കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടം വീണ്ടും ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഭരണപ്രതിപക്ഷ മുന്നണികൾ തമ്മിലുള്ള വാക്പോരും തന്ത്രങ്ങളും മുറുകുകയാണ്. പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന മാറി മാറി വരുന്ന ഭരണക്രമം കഴിഞ്ഞ തവണ LDF തിരുത്തിക്കുറിച്ചിരുന്നു. എന്നാൽ 2026 ഈ പോരാട്ടത്തിൽ UDF വലിയ തിരിച്ചുവരവ് നടത്തുമെന്നും 100-ലധികം സീറ്റുകൾ നേടി അധികാരം പിടിക്കുമെന്നുമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അവകാശപ്പെടുന്നത്. പറവൂരിൽ വെച്ച് അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനം രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. കേരള നിയമസഭയിലെ 140 സീറ്റുകളിൽ 100-ലധികം എണ്ണം നേടുക എന്നത് ഏതൊരു മുന്നണിയെ സംബന്ധിച്ചും വലിയ നേട്ടമാണ്. 2021 തിരഞ്ഞെടുപ്പിൽ UDFന് നേരിട്ട കനത്ത പരാജയത്തിനു ശേഷം ഇത്രയും വലിയൊരു ആത്മവിശ്വാസം പ്രതിപക്ഷ നേതാവ് പ്രകടിപ്പിക്കുന്നത് വ്യക്തമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ്. ഭരണവിരുദ്ധ വികാരം അതിന്റെ ഏറ്റവും ഉയർന്ന നിലയിൽ എത്തി നിൽക്കുന്നു എന്നാണ് UDF വിലയിരുത്തുന്നത്. സർക്കാരിനെതിരെ പ്രതിപക്ഷം സഭയ്ക്കകത്തും പുറത്തും ഉന്നയിച്ച അഴിമതി ആരോപണങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധിയും നികുതി വർധനവ് തുടങ്ങിയ ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് സതീശൻ വിശ്വസിക്കുന്നു. ജനങ്ങൾ മനസാക്ഷിയുടെ കോടതിയിൽ സർക്കാരിനെ ശിക്ഷിക്കുമെന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന വോട്ടർമാരുടെ നിശബ്ദമായ പ്രതിഷേധത്തെയാണ് സൂചിപ്പിക്കുന്നത്. മുൻകാലങ്ങളിൽ കോൺഗ്രസിനെയും UDFനെയും തളർത്തിയിരുന്നത് ഗ്രൂപ്പ് വഴക്കുകളും ആഭ്യന്തര കലഹങ്ങളുമായിരുന്നു. എന്നാൽ ഇത്തവണ ടീം UDF എന്ന നിലയിൽ ഒറ്റക്കെട്ടായാണ് മുന്നണി നീങ്ങുന്നതെന്ന് സതീശൻ അവകാശപ്പെടുന്നു. സ്ഥാനാർത്ഥി നിർണയം മുതൽ പ്രചാരണത്തിന്റെ അവസാന ഘട്ടം വരെയും വലിയ തർക്കങ്ങളില്ലാതെ മുന്നോട്ട് പോയത് UDFന് കരുത്തേകുന്നു.